ഞാൻ പറയുമ്പോൾ കഴിക്കട്ടാ അവിടെ ചട്ടി ആവശ്യോ ആ മതി കേട്ടോ ആ മുക്കാ ഭാഗം കേട്ടോ ചൂടണ്ട് നമ്മൾ മുക്കാ ഭാഗം ഇട്ടിട്ടുണ്ട്. നമ്മള് ഉപ്പിട്ടെ കേട്ടോ 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 ആ മതി ഉപ്പിനലിട്ട് മദർസ വിട്ട് വന്നിരിക്കുന്നു. ഇതാണ് എന്നെ സഹായിക്കുന്നത്, കിച്ചണിൽ സഹായിക്കുന്നത് അല്ലേ? എഴുതട്ടാ കുക്കിങ്ങിൽ എന്നെ സഹായിക്കുന്ന ആരാണ്? പത്തിരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഏതാ മസാല ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇത് അരച്ചെടുക്കുക. എന്താ തക്കാളിയാണ്? ആ ചക്കരമത്തല്ല തക്കാളി. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മിന്നു വന്നതായിരുന്നു, പക്ഷെ ഞങ്ങൾ അടിപ്പിക്കുന്നില്ല. തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുന്ന 2 പേർ. അങ്ങനെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, കറിവേപ്പില, പിന്നെന്തൊക്കെ മല്ലിച്ചപ്പ്, പുതിന ഒക്കെ കുടിപ്പിട്ടുള്ള ഒരു മസാല അങ്ങോട്ട് അരച്ചു. അതങ്ങോട്ട് നമ്മളെ ഉള്ളിൽ അങ്ങനെ പോട്ടെ. നമ്മളെ ചിക്കനാണിത്. ചിക്കൻ ഇങ്ങനെ വിടാനാ
ചിക്കൻ നാടൻ ചിക്കൻ വേവന്ന് നോക്കി നിൽക്കുന്ന ബിലാൽ മുഹമ്മദും മിന്നാപ്പി തന്നാപ്പിയും. മിറ്റാപ്പിനെ ഞാൻ എടുക്കില്ല. മിറ്റാപ്പി ഷഡ്ഡി മാത്രം എടുത്താണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവളെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല. എല്ലാം വരുന്നുണ്ട് അല്ലേ അല്ലേ? അങ്ങനെ ഞങ്ങളുടെ നാടൻ ചിക്കൻ കറിയും പത്തിരിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തിന്നാൻ ബില്ലാപ്പിയും മിന്നാപ്പിയും തന്നാപ്പിയും മേച്ചാപ്പിയും ടേബിൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നാടൻ ചിക്കൻ കറിയുടെ മണമടിക്കുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ, അതും മഴ പെയ്യുമ്പോൾ. നല്ല തകർത്ത് മഴ പെയ്യുമ്പോൾ നാടൻ ചിക്കൻ കറിയുടെ മണം. ആഹാ ആഹാ, മണമടിച്ചു നിൽക്കുന്ന തിന്നാൻ ധൃതി കൂട്ടി അടുക്കളയിൽ പാത്രങ്ങൾ പെട്ടെന്ന് കഴുകി വെക്കുന്ന മിന്നാപ്പി വെറി പിടിച്ച് നിൽക്കുന്നു. പത്തിരിയും നാടൻ ചിക്കൻ കറിയും തിന്നാൻ വേണ്ടി തിരക്കിട്ട് പാത്രം കഴുകി കാത്തിരിക്കുന്ന ബില്ലാപ്പി ഇതാ തിന്നാൻ വേണ്ടി വന്നിരിക്കുന്നു. മതി. അങ്ങനെ നാടൻ ചിക്കൻ കറിയും പത്തിരിയും എല്ലാവരും ഓക്കെ അല്ലേ? തിന്നാനില്ല. അങ്ങനെ ഞങ്ങളുടെ നാടൻ ചിക്കൻ കറിയും ചൂട് പത്തിരിയും. ഓക്കെ, ലേക്കടിക്കൂ. ധാരണ്ടാക്കി പത്തിരും മെച്ചിലെ ചിക്കൻ കറിയും. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക്, പുതിയ വീഡിയോ അല്ല, ഈ വീഡിയോ എല്ലാവരും ഫുൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരും വരെ നോക്കാം. ഓക്കെ, അടുത്ത നല്ല വീഡിയോക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അങ്ങനെ നോക്കണേ, എരുണ്ടാ നാടൻ കോഴി എരി വേണം. എങ്ങോട്ട് തന്നോ? ഓക്കെ അല്ലേ? എരുണ്ടെങ്കിലും അടിപൊളിയല്ലേ? നാടൻ കോഴി എരിട്ട് വെക്കണം. എരൊക്കെ തിന്നാലാണ് വായലത്തെ ഈ വായ്പുണ്ണ പോലത്തെ ഒക്കെ മാറുള്ളൂ. എങ്ങോട്ട്